ഈ വർഷം ജൂൺ മാസം 16-ാം തീയതി ഇവിടെ ഒരു സർവേ ആരംഭിച്ചു. കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ്റെ ഒരു ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ ഭാഗമായിട്ട്. അതിനുശേഷം ഇവിടെ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് നിങ്ങളെ മുഴുവനും ആകാംക്ഷാഭരിതരാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഞങ്ങൾ വളരെ പരിഭ്രാന്തരാണ്. രാത്രിയിൽ ഉറക്കമില്ല. കൊച്ചുകുട്ടികളോടും ഭാര്യയോടും മക്കളോടും എല്ലാവരോടും എന്ത് പറയണം എന്ന് ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങൾ രാവും പകലും എന്നോണം വളരെ വ്യസനിച്ച് സങ്കടത്തോടു കൂടി കഴിയുകയാണ്. ഒരു ചെറ്റക്കുടിൽ പോലെ ഇരുന്ന ഒരു വീട് ഞങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടി പലവിധത്തിലെ കഷ്ടപ്പാടുകൾ സഹിച്ച് പലരോടും കടം വാങ്ങിയും രോഗിയായിരുന്ന ഞാൻ പലരോടും സഹായം അഭ്യർത്ഥിച്ചും ഒരു ഭവനം പണിതുയർത്തി വന്നിട്ടേ ഉള്ളൂ. ഇതുവരെ താമസമായിട്ടില്ല. അപ്പോഴേക്കും ഇങ്ങനെയൊരു പരിഭ്രാന്തിയിൽ അകപ്പെട്ടുകൊണ്ട് ഞാൻ വളരെയധികം വ്യസനിക്കുകയാണ്. എന്താണ് ഇതിനെപ്പറ്റി നടക്കാൻ പോകുന്നതെന്ന് ഈ സർവേ ചെയ്യുന്ന വ്യക്തികളോട് ചോദിക്കുമ്പോൾ അവരൊന്നും തന്നെ മിണ്ടുന്നില്ല. അവർ ഹിന്ദിക്കാരാണ്, അവർക്ക് ഭാഷ അറിഞ്ഞുകൂടാ, അവർ ഒന്നും സംസാരിക്കുന്നില്ല ഞങ്ങളോട്. ഓരോ ദിവസവും അവർ രാവിലെ വരും, വൈകിട്ട് 6 മണി വരെ അവർ ടെലസ്കോപ്പുകളും മറ്റും ഉപയോഗിച്ച് കാര്യങ്ങൾ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. റെയിൽവേയുടെ സ്പീഡ് റെയിൽവേയുടെ ഇതാണ് നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി സർവേ നടക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്കൊരു രൂപരേഖയില്ല. ഇനി ഒരു ചോദ്യമുള്ളത്, ഇവർ നിങ്ങളുടെ പറമ്പുകളിൽ പ്രവേശിക്കുകയുണ്ടായോ? അവിടെ എന്തെങ്കിലും കുറ്റികളോ അടയാളങ്ങളോ ഇടുകയുണ്ടായോ? അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിങ്ങളുടെ അനുമതിയോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും പറയാം, ആരെങ്കിലും കുറ്റി ഇവിടെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇവിടെ ഞങ്ങളുടെ ഈ പടിഞ്ഞാറ് ഇവിടെ തൊഴുത്തിൻ്റെ പുറകിൽ കുറ്റി അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുറ്റി അടിച്ച വിവരം ആ വീട് ഉടമസ്ഥനോട് ചോദിച്ചിട്ടല്ല എന്നാണ് ഞങ്ങൾ ആളുണ്ടായില്ല ഞങ്ങൾ അറിഞ്ഞത്. അതായത് കുറ്റി അടിച്ചത് അവരുടെ അറിവോട് കൂടി അല്ല എന്നുള്ളതാണ് ഞങ്ങൾ അറിയുന്നത്. ഇത് സംബന്ധിച്ച് ഇവിടെ എന്തെങ്കിലും നോട്ടീസുകളോ അനൗൺസ്മെൻറ്റുകളോ പത്രങ്ങളിൽ ആരെങ്കിലും ഈ അതോറിറ്റിയുടെ വകയായിട്ട് ഇവിടെ സർവേ നടക്കാൻ പോകുന്നുണ്ട്, സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ഇന്ന് വന്നിട്ടേ ഇല്ല. അതായത് അവരിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സ്വകാര്യമായിട്ട് ഈ സർവേ നടത്തുന്നു, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. അതായത് ഇത് പരിപാടി നടക്കുമ്പോൾ തന്നെ നമ്മളോട് പറയുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിത് റോഡിൽ വര വരച്ചേക്കണ്, പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത് റെയിൽവേ വരാൻ പോകുന്നത് എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വീട്, ഞങ്ങൾ SC പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ആളാണ്. പഞ്ചായത്തിൽ ലോൺ കിട്ടിയാണ് പേരെ പണിയുന്നത്. അപ്പോൾ ഇതൊക്കെ സർക്കാർ ഇപ്പം ചെയ്യുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്ഥലത്തിന് പകരം സ്ഥലം തന്നെ അവർ വീട് വെച്ച് തരാനുള്ള ഭാഗം ഒക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തായാലും ഞങ്ങൾ ഈ തൊട്ടടുത്ത കുടുംബക്കാർ ചേട്ടന്മാരും ഒന്നിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വളരെ ദുഃഖകരമാണ്. എന്നാലും ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യകരമായ കാര്യമാണെന്നാണ് എനിക്ക് ഇതിൽ പറയുന്നത്. അതായത് ഞങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല എന്നൊന്നും പറയുന്നില്ല, ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ വളരെ കുറച്ച് ഭൂമിയുള്ളൂ. ഈ വളരെ കുറച്ച് ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെയുള്ള ബന്ധങ്ങളെ വെട്ടിമുറിച്ച് പോകാമെന്ന് പറയുന്നത് സങ്കടമാണ്. എന്നാലും ഇപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള വീട് വയ്ക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ അധികാരികളോട്. ഇന്ന് വരെയൊക്കെ ഇതിൻ്റെ ആരായ ഞങ്ങളെ ഒരു വാക്ക് പോലും പറയുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾ രാവിലെ പണിക്ക് പോകും, വൈകുന്നേരം വരുമ്പോൾ അവിടെ ഒരു കുറ്റി കാണണേ, ഇവിടെ ഒരു കുറ്റി കാണണേ. ഇത് കൊച്ചുങ്ങൾ വൈകുന്നേരം ഞങ്ങൾ വരുമ്പോൾ കൊച്ചുങ്ങൾ പറയുന്ന അറിവ് ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഇത് ഈ സംഗതി അറിഞ്ഞാൽ പിന്നെ വാള് എപ്പോഴും തലയിൽ നിൽക്കണ മാതിരിയാണ് ഞങ്ങൾ തോന്നണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഉറങ്ങിയല്ല. മക്കൾക്ക് അവർക്ക് കോമൺ ആയിട്ട് ഇരുന്ന് കറിയാൻ പറ്റും, അവർ അപ്പനെ ഇരുന്ന് കോമൺ ആയിട്ട് ഇരുന്ന് കറിഞ്ഞുകൊണ്ട് അവിടെ മൂലിക്ക് കുത്തി കറിയാൻ പറ്റുമോ? ഞങ്ങൾ ആരും അറിയാണ്ട് കറിയണേ. അപ്പം ഞങ്ങളുടെ വേദന അറിയുക എന്ന് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. ഇനി ഒരു ചോദ്യമുള്ളത്, ഇപ്പം നിങ്ങൾക്ക് തൊഴിലുകളുള്ളത് ഈ ചുറ്റുവട്ടത്തായിരിക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇത്രയധികം ആളുകൾ കുടി ഒഴിപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാത്തിനും ഇവിടെ തന്നെ സ്ഥലം കണ്ടോളൊന്നുമില്ല. പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അപ്പം നിങ്ങളുടെ തൊഴിലുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ അങ്ങനെയുള്ള ഉത്കണ്ഠകളുണ്ടോ? ഉണ്ടാവില്ലോ, ഉറപ്പായ കാര്യമല്ലേ. അതെ, ഞങ്ങൾക്ക് എല്ലാവരും കൂലിപ്പണിക്കാരാണ്. വല്ലയിടത്ത് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോന്ന് ചെയ്ത് തൊഴിലിൽ ഏർപ്പെട്ട് ഞങ്ങൾ കുടുംബം പുലർത്തിപ്പോരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇവിടെ കിട്ടുന്ന അതേ വേതനം കിട്ടാവുന്ന അവസ്ഥകളുള്ള സ്ഥലങ്ങളായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, MP ഇവരാരെങ്കിലും സംസാരിക്കേണ്ടായോ? ഇല്ല, ഇതേവരെ ആരും വന്നിട്ടില്ല. മറ്റു പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി ആൾക്ക് ഒരു അറിവില്ല. അപ്പോൾ MLA കണ്ടിട്ട് ഒരു സബ്മിഷൻ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ആവശ്യം ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു.
പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ആള് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളല്ല, അപ്പോൾ പിന്നെ നിങ്ങൾ പോയി നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് അന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം വേണ്ടത്ര സഹകരണം തന്നില്ല. ഇന്നലെ തന്നെ മെമ്പറെ വിളിച്ച് ചോദിച്ചു, ആ മെമ്പറിന് ഇതിനെ പറ്റി അറിവില്ല എന്ന് പറയണം. അല്ല, അവർക്ക് അറിവില്ലായിരിക്കാം, പക്ഷെ അവരൊരു മുൻകൈ എടുക്കില്ലേ ഇതിൽ? നിങ്ങളുടെ ഉത്കണ്ഠകൾ പങ്കുവയ്ക്കാൻ അവർ തയ്യാറാണ്. ജനങ്ങളുടെ ഉത്കണ്ഠകൾ പങ്കുവയ്ക്കാനുള്ള മെമ്പർമാരും ഉള്ളത്. ഇവർ ജനങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ എന്താ പ്രശ്നം വെച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാവണ്ടേ? ഞങ്ങൾ ആവശ്യപ്പെട്ട് പോലും അവർ ഇതിനു വേണ്ടി ഒന്ന് വന്ന് ചോദിക്കുക എന്താ കാര്യം നടക്കുന്നത് പോലും അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ MP പറയേണ്ടായി ഇതിനെ സംബന്ധിച്ച് ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കുമോ? ഞങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെടുന്ന ഭൂമി എന്തായാലും ഭൂമിക്ക് തുല്യ ഭൂമിയും ഞങ്ങൾക്ക് വീടും കിട്ടണം എന്നുള്ള ഡിമാൻഡ് ഞങ്ങൾക്ക് ഇതിലുള്ളൂ. തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങളോ? തൊഴിലെടുക്കാൻ സാഹചര്യം പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടെത്തണം. അല്ലാണ്ട് എന്തായാലും നിൽക്കാൻ പറ്റില്ല. പിള്ളേരെ വിദ്യാഭ്യാസത്തെ ബാധിക്കല്ലോ. അകലെ വരുമ്പോൾ പിള്ളേർ ഇപ്പം അടുത്ത് പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ അടുത്ത് അകലെ വന്ന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. ഇവിടെ ഈ സർവേയിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങൾ പോവുക അതുപോലെ വല്ലതുണ്ടോ? ഇവിടെ പോണതായിട്ട് അറിയില്ല. തിരുമുടിക്കുന്ന് പള്ളിയുടെ ഒരു ആൾത്താരൊക്കെയൊക്കെ ഇപ്പോൾ മാർക്ക് ചെയ്താണ് അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുമുടിക്കുന്ന് പള്ളിയുടെ ആൾത്താരയുടെ അതികൂടെയാണ് കടന്നു പോകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയ കാര്യം. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഭേദഗതി ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ആരാധനകളെ ഒഴിവാക്കും എന്ന് ഇവിടെ ആ ഡ്രൈവർ ഒരു സൂചന തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് പറയാനുള്ളത്? അവരുടെ ഉത്കണ്ഠകൾ കേൾക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇവര് പറയണ മാതിരി തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു സ്ഥലം വെച്ച് പെര പണിയ, പിള്ളേരുടെ വിദ്യാഭ്യാസം, പിള്ളേരെ കല്യാണം, ഇതൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് സങ്കടം തന്നെ വരണേ. സങ്കടം തന്നെയാണ്. പിന്നെ ഒഴിഞ്ഞു പോകുന്നത് സങ്കടം തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് പറയാണ് പോവില്ല എന്നൊന്നും ഞങ്ങൾ പറയണില്ല. പക്ഷേ ഞങ്ങൾക്ക് ആയ നാളത്തെ സ്ഥലമുള്ളൂ, അകത്ത് തന്നെ ഉള്ളൂ. അതിലൊന്ന് 2 പേരെ ഇരിക്കുന്നത്. ഞങ്ങൾ വീട്ടിട്ട് എവിടേക്ക് പോകുമ്പോൾ എങ്ങനെ നോക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളുകളാണോ ഒരുപാട് അകലെന്ന്? അതെ അതെ, ഇവിടെ തന്നെ ഞങ്ങൾ ജനിച്ചു. ഞങ്ങളുടെ അപ്പന്മാരെ പൂർവികരായിട്ട് അപ്പാപ്പന്മാരുടെ അപ്പാപ്പന്മാരായിട്ട് ഇവിടെ ഉള്ളവരാണ്. ഇവിടുന്ന് പോവാന്ന് പറയണത് ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കുകയാണ്, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്ഥലം കിട്ടണമെങ്കിൽ വേറൊരാൾ ഒഴിപ്പിക്കണ്ടേ? അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ലേ? അവർ വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വരില്ലേ? അപ്പോൾ കുറച്ച് പേര് എന്തായാലും അവസാനം വീടില്ലാത്ത ആളുകളായി തീരും. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇതിൽ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിലൊരാൾ നിങ്ങളാവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കാമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് എന്തായാലും ജീവിച്ചാലേ പറ്റുള്ളൂ. വല്ല ഉറുമ്പൊന്നാലല്ല ഞെക്കി കൊല്ലാനായിട്ട്. അപ്പോൾ എന്തായാലും ജീവിച്ചതന്നെ പറ്റുള്ളൂ. എങ്ങനെ ജീവിക്കും. അതല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും ജീവിക്കുകയാണ്. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ എന്ത് സംവിധാനമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഞങ്ങൾ എന്തായാലും ഇതിലൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള ആലോചനയൊക്കെ അന്ന് ഞങ്ങൾ വെച്ചിരുന്നു. പക്ഷേ പിന്നെ അതിനെപ്പറ്റി സംസാരം ഉണ്ടായില്ല. എന്തായാലും ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിൻ്റെ കൺവീനറൊക്കെ ചുമതലപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാനുള്ള ഞങ്ങൾ തീരുമാനിച്ചാണ്. നിങ്ങൾ ശക്തമായിട്ട് ശക്തമായി തന്നെ എതിർക്കുന്നതിനാണ്. ഇതിനെതിർക്കും ഈ പദ്ധതി? നിങ്ങൾ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കാണോ എതിരായിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പാക്കേജ് എന്താണെന്ന് വെച്ചാൽ അത് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് പകരം ഭൂമിയും വീടും നൽകണമെന്ന് തന്നെയാണ് നിർബന്ധമായിട്ടും പറയാനുള്ളത്. പെര പണിതിട്ട് പിള്ളേരെ അതൊക്കെ ഞങ്ങളെ കൊണ്ട് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാണ്. കാരണം പെര പണിതു, ശരി, അവര് സ്ഥലം നിന്ന് പെര പണിത് പിള്ളേരെ കാര്യങ്ങളും നോക്കണ്ടേ? പെര പണിതുകൊണ്ട് കാര്യമാവില്ലല്ലോ. അതായത് ഇപ്പം ഞങ്ങൾ ഏതാണ്ട് മധ്യവയസ്കരായവരാണ്. ജീവിതം പകുതി പിന്നിട്ടവരാണ്. ഇനി ഒരു വീടുണ്ടാക്കി പിള്ളേരൊക്കെ കെട്ടിക്കാന്ന് പറയണതൊക്കെ എങ്ങനെയെന്ന് ഈ കൂലിപ്പണിക്ക് പോയിട്ട് ഒരാളെ എങ്ങനെ അത് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പോലും പെടുത്തില്ല. എന്താ ചെയ്യണമെന്നുള്ള കാര്യം, അതെന്താ ചെയ്യണമെന്ന് അത് അങ്ങനെ നിൽക്കുകയാണ് ചോദ്യത്തിനായിട്ട്. യഥാർത്ഥത്തിൽ മനസ്സിൽ അത്രയധികം ഉത്കണ്ഠയുണ്ടോ? ഉറപ്പായിട്ടും ഇത് ഈ സാധനം വന്നതിന് ശേഷം ചേട്ടാ ഉറങ്ങിയുള്ള ഞങ്ങൾ കുട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അവർ കരച്ചിലായിരുന്നു, കരച്ചിലായിരുന്നു. പിന്നെ എല്ലാവരും അവരെ മെരട്ടി കരയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ ഉള്ളു വേദനിക്കുന്നത്, ആണുങ്ങളുടെ ഉള്ളു വേദനിക്കുന്നത് വേറെ ആരറിയണില്ല. ഞങ്ങൾ മാത്രമേ അറിയണുള്ളൂ. ഓരോരുത്തരും ഇരുന്ന് എവിടെ എന്തോരം കണ്ണീര് ഒരുക്കേണ്ടത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സർവേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്?
സർവേക്ക് വരുന്നവർ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വീതി പോലെ ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയും. അവര് നിഷ്പക്ഷ മനോഭാവമാണ്. കറണ്ട് എടുക്കുന്ന അവർ സർവേ നടത്തുന്ന ഒക്കെ ചെയ്യണം. GPS സർവേ നടത്തുന്നത് അവിടെ നിന്ന് കറണ്ട് എടുത്തിട്ട് അതെ കറണ്ട് എടുത്ത് സർവേ നടത്തുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. വീതി എത്രയൊക്കെ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല എന്ന് പറയും. മരങ്ങളുള്ള കാരണം സാറ്റലൈറ്റോടെ പരിപാടികൾ കാണാൻ പറ്റണില്ല. അത് കാരണം മരമില്ലാത്ത സ്ഥലത്ത് സർവേ നടത്തുന്നത് അവർ പറയണം. അതെ ഇപ്പൊ ഞങ്ങളുടെ പഠിക്കാൻ 5 ദിവസമായി ഈ GPS വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 5 ദിവസവും വെച്ചു അത് എന്തുകൊണ്ടാണ് ഈ 5 ദിവസം ഇവിടെ തന്നെ വെച്ചെന്ന് വെച്ചപ്പോൾ പറഞ്ഞ മറുപടി